ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ മുന്തിരി വിളയുമോ? സാധ്യത കുറവാണ് എന്നായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും മറുപടി. എന്നാൽ കഥ അങ്ങനെയല്ല. ഹൈറേഞ്ചിലെ വീട്ടുമുറ്റങ്ങളിലെ മുന്തിരിവള്ളികളിലും മുന്തിരിക്കുലകൾ കായ്ക്കും. കോരപ്പാറയിലെ ഒരു മുന്തിരിച്ചെടിയുടെ വിശേഷങ്ങൾ കണ്ട് തിരികെത്താം. ഉപ്പുതറ വളകോട് കോതപാറ സ്വദേശിയായ പുലിക്കുഴിയിൽ കുഞ്ഞുമോൻ 2 വർഷം മുമ്പ് മകളുടെ വീട്ടിൽ നിന്നും കൊണ്ട് നട്ടതാണ് ഈ മുന്തിരിച്ചെടി. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മുന്തിരി മികച്ച വിളവ് നൽകുമെങ്കിലും ഇടുക്കിയുടെ മണ്ണിൽ സാധാരണ പച്ച തൊടാറില്ലാത്ത മുന്തിരിച്ചെടികൾ പിടിച്ചു കയറുമെന്ന് കുഞ്ഞുമോനും പ്രതീക്ഷിച്ചിരുന്നില്ല. പലപ്പോഴും പ്രതീക്ഷകൾക്കപ്പുറവും ചിലത് നടക്കുമെന്ന് മുന്തിരിച്ചെടിയും കാണിച്ചു നൽകി. വളർന്നു പന്തലിച്ച മുന്തിരിച്ചെടിയിൽ ഇന്ന് വിളവെടുക്കാൻ പാകമായതുൾപ്പെടെ 100-ലധികം മുന്തിരിക്കുലകളുണ്ട്. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ നട്ട മുന്തിരിച്ചെടി അപ്രതീക്ഷിതമായി വിളവ് തന്ന സന്തോഷത്തിലാണ് കുഞ്ഞുമോനും കുടുംബാംഗങ്ങളും ഉള്ളത്. ഒരു കൗതുകത്തിന് ഒരു 2 വർഷം മുമ്പ് എൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് ഒരു തണ്ട് കൊണ്ട് നട്ട് പിടിപ്പിച്ചതാണ്. അത് ഈ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേനും ഒരു 5-6 വെച്ച് ഒരു 2 കുല ഉണ്ടായായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പറിച്ചു കഴിഞ്ഞ് പിന്നെ ഇത് കായൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഇതിലെ വന്നപ്പോൾ ഇതിനെ വെട്ടി ഒരുക്കുന്നതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ കാണിച്ച് വന്നപ്പോൾ അതിൻ്റെ ഇലയെല്ലാം ഞുള്ളിക്കളയും, പിന്നെ ചെറിയ ശേഖരങ്ങൾ കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ചെറിയ കതിർപ്പുകളുണ്ടായിട്ട് അതേലെ പൂ വിരിഞ്ഞിട്ട് മുന്തിരികൾ ചെറുതായിട്ടുണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങുന്നത്. ചാണകപ്പൊടിയും വീട്ടിലേക്ക് വാങ്ങുന്ന മാംസം കഴുകുന്ന വെള്ളവുമാണ് വളമായി മുന്തിരിച്ചെടിക്ക് നൽകിയിരുന്നത്. പിന്നീട് അയൽവാസിയായ ദമ്പതികൾ നൽകിയ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ മാസത്തിൽ മുന്തിരിച്ചെടിയുടെ തളിരിലകൾ നുള്ളിക്കളഞ്ഞു തുടങ്ങി. ഇതിനുശേഷമാണ് മികച്ച വിളവ് ലഭിച്ചു തുടങ്ങിയത്. പുളി മാറാനും മധുരം കൂടാനും വിളവ് വർദ്ധിക്കാനുമൊക്കെ നിരവധിയായ രാസവളങ്ങൾ തമിഴ്നാട്ടിലെ കർഷകരെ വിളിച്ചപ്പോൾ പറഞ്ഞെങ്കിലും രാസവള പ്രയോഗമില്ലാതെ തന്റെ മുന്തിരിത്തോട്ടം വളർത്തിയെടുക്കാനാണ് കുഞ്ഞുമോന് താല്പര്യം. ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നതിനായി 10 സെന്റ് സ്ഥലം കൂടി ഒരുക്കിയിട്ടിട്ടുണ്ട് ഈ കർഷകൻ. സുബിൻ തോമസ്, ജനം, ഇടുക്കി.